എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും മറ്റു ചില ആളുകളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള ഒരു ജീവിത സാഹചര്യമുണ്ട്. മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ പേരൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് അവർ എല്ല് മുറിയെ പണിയെടുത്ത് ഉള്ളതെല്ലാം ത്യജിച്ചിട്ട് മക്കളെ വളർത്തും. മക്കളെ വളർത്തി അതുങ്ങൾക്കൊരു ജോലിയൊക്കെ ആവുന്ന സമയത്ത് ഈ പാവപ്പെട്ട അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അതിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു അസുഖം വരും. ഇത്രയധികം കഷ്ടപ്പെട്ട് അവർ മക്കളെയൊക്കെ വളർത്തിയിട്ട് ആ കുഞ്ഞുങ്ങളൊരു ജോലിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയ്ക്കും വയ്യാതാവുമ്പോൾ അവർ ഈ ചികിത്സാ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിറകെ അങ്ങോട്ട് കൂടേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഈ രോഗം ബാധിച്ചിട്ടുള്ള പേരൻറ്റിന് എന്തോരം വിഷമം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് പല ആളുകൾക്കും നേരിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് നല്ല വേദന ഉണ്ടാവും, കാരണം അവരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ മാസവും കൃത്യമായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഗുണമുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുന്നത് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയാണ്. പലപ്പോഴും ഇത്തരത്തിൽ ഇപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് ആളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 വർഷത്തിനിടയിൽ കുറേയധികം ആളുകൾക്ക് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായി എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ഈ ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ വഴി അവർക്ക് ക്ലെയിം കിട്ടി എന്നൊക്കെ ഉള്ളത് അറിയാൻ കഴിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകളുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒത്തിരിയധികം ഡൗട്ട്സ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം ഈ പ്രായം കൂടും തോറും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഒക്കെ കൂടും. അതുകൊണ്ട് തന്നെ വളരെയധികം സെലക്ട് ചെയ്തിട്ട് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കേണ്ടതുണ്ട്. അതേപോലെ പ്രായം കൂടുന്ന സമയത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണെങ്കിൽ കൂടെ നമുക്ക് പിടിപെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. BP, കൊളസ്ട്രോള്, ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തിരി കഷ്ടപ്പാടാണ്. കാരണം അതിങ്ങനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖത്തെ കൺസിഡർ ചെയ്ത് അതിനെയും കൂടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 മികച്ച പ്ലാനുകൾ കമ്പയർ ചെയ്ത് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും റിക്വയർമെൻറ്റുകൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ പ്രായം, അവരുടെ ആരോഗ്യസ്ഥിതി, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് ഓരോ ആളുകളുടെയും റിക്വയർമെൻറ്റുകൾക്കനുസരിച്ചിട്ടുള്ള പ്ലാനുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ പ്ലാനുകൾ കമ്പയർ ചെയ്ത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചിട്ട് അധികം ധാരണയില്ലാത്ത ആളുകൾക്ക് ഈസി ആയിട്ടുള്ളൊരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരിക്കൽ ഡിറ്റോ പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തിയത്. ഇന്നും ആ ഒരു ഡിറ്റോ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചില പ്ലാറ്റ്ഫോമുകളെ പോലെ നമ്മളൊന്ന് എൻക്വയറി നടത്തി കഴിഞ്ഞാൽ വിളിച്ച് നമ്മൾ വെറുപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. സ്പാമിങ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് 1:1 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ, പ്രത്യേക അജണ്ടകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാതെ തിരഞ്ഞെടുത്ത് തരും. അതൊരു വലിയ പ്രത്യേകതയാണ്. www.joindito.in എന്ന സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ബുക്ക് എ ഫ്രീ കോൾ നൗ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എ ഡേറ്റ് ഫോർ ഹെൽത്ത് കോൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ക്ലിക്ക് ചെയ്തിട്ട് കോള് സ്കെഡ്യൂൾ ചെയ്യുക. അവിടെ നിങ്ങളുടെ നെയിമും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏതാണ് എന്ന് പറഞ്ഞു തരും. കോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മലയാളം സംസാരിക്കുന്ന അഡ്വൈസറെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ബോക്സിൽ ആ ഒരു നീഡ് ടൈപ്പ് ചെയ്തിട്ട് കോൾ ബുക്ക് ചെയ്യുക. സെറോദ പോലെ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനി ബാക്ക് ചെയ്യുന്ന 8 ലക്ഷത്തിലധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ള ഗൂഗിൾ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 4.9 ഔട്ട് ഓഫ് 5 ആണ്. 14,000-ലധികം ആളുകളുടെ റിവ്യൂസിൽ നിന്ന് 4.9 റേറ്റിംഗ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ പ്ലാറ്റ്ഫോം. ഇന്ന് തന്നെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിറ്റോ വെബ്സൈറ്റിൽ നിന്ന് ഒരു ഫ്രീ കോൾ ബുക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ 2 കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് എങ്ങനെ നമുക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കാമെന്ന് ഒന്ന് കാണിച്ചു തരികയാണ്. 2 കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളാണ്. HDFC എർഗോ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനും നിവ ബൂപ്പ റീഅഷ്യൂർ 2.0 ടൈറ്റാനിയം പ്ലസ് എന്ന പ്ലാനും. ഞാൻ തിരഞ്ഞെടുത്ത 2 ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത 2 ഇൻഷുറൻസ് പ്ലാനുകൾ പേരൻസിനെ ഉദ്ദേശിച്ചിട്ട് ഞാൻ തിരഞ്ഞെടുത്തതാണ്. അത് തന്നെ പറയട്ടെ, എന്തിനാണ് പേരൻസിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 13% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബൈപ്പാസ് സർജറിക്ക് 3 മുതൽ 5 ലക്ഷം വരെയൊക്കെയാണ് നോർമലി ചാർജ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 3 മുതൽ 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മളിൽ പല ആളുകളുടെയും പല തുടക്കക്കാരുടെയും പ്രൊഫഷണൽസിൻ്റെയൊക്കെ
ആനുവൽ ഇൻകം ആണ്, ആനുവൽ സാലറിയാണ്. അതേപോലെ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ മിനിമം അങ്ങോട്ട് മാറി കിട്ടും. ഒരു ICUവിന് ഒരു ദിവസം ICUവിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, എലിപ്പനിയൊക്കെ വന്നിട്ട് ഒരു ദിവസം ICU ഒക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിലെ ഒരു റേറ്റൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 10, 20, 40 വരെയൊക്കെ പോകും. അതിന് മുകളിലേക്കൊക്കെ പോകുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. ഇതുപോലെ എക്സ്പെൻസുകൾ കൂടുന്ന സമയത്ത് ഇതൊക്കെ വരാനായിട്ട് നല്ല സാധ്യതയുള്ള ഒരു നാട്ടിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന സമയത്ത് 10,000 2,000 മുടക്കി അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു 10,000-20,000 രൂപ മുടക്കി കുടുംബത്തെ സുരക്ഷിതമാക്കുന്നത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ എങ്ങനെ കമ്പയർ ചെയ്യാമെന്നുള്ളത് കാട്ടിത്തരികയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. HDFC ERGO Optima Secure എന്നുള്ള പ്ലാനിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കമ്പനിയുടെ 3 വർഷത്തെ ആവറേജ് പെർഫോമൻസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. CSR 98% ആണ്. ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്താണ്? എത്ര അധികം ആളുകൾ ക്ലെയിമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ക്ലെയിം എടുക്കുന്നുണ്ട്, അതിൽ എത്ര അധികം ആളുകൾക്ക് ക്ലെയിം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ശതമാനം സൂചിപ്പിക്കുന്നത്. ഇൻക്വേർഡ് ക്ലെയിം റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനി ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കളക്ട് ചെയ്യുന്ന പ്രീമിയം അല്ലെങ്കിൽ ഇൻഷുറൻസിൽ കളക്ട് ചെയ്യുന്ന പ്രീമിയം അതിൻ്റെ എത്രത്തോളം ശതമാനം ക്ലെയിമിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 86% തങ്ങളുടെ ക്ലെയിമുകൾക്ക് വേണ്ടി ഉപഭോക്താക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കംപ്ലയിൻസ് പെർ 10,000 ക്ലെയിംസ് എന്നുള്ളതാണ്. 10,000 ക്ലെയിമുകൾ വരുന്ന സമയത്ത് എത്ര കംപ്ലയിൻസ് വരുന്നു? ഇപ്പോൾ കംപ്ലയിൻസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അർഹിക്കുന്ന രീതിയിലേക്ക് ക്ലെയിം കിട്ടിയില്ല, അല്ലെങ്കിൽ ക്ലെയിം നിഷേധിച്ചു, അത് ലംഘനമായിട്ട് നിയമലംഘനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആളുകൾ കേസിന് പോകും. അപ്പോൾ അങ്ങനെ എത്ര കംപ്ലയിൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. 10,000-7 എന്ന് പറയുന്നത് 7 മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. ഇനി നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 13,000-ലധികം ഉണ്ട്. ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉള്ളതിൻ്റെ ഒരു ഗുണം എന്താണ്? ഇപ്പോൾ നമ്മൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഈ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിമിൻ്റെ പ്രോസസ്സൊക്കെ വളരെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മുൻപേറ് പണം അടയ്ക്കേണ്ടി വരും, പണം അത് സംഘടിപ്പിക്കേണ്ടി വരും. പല സാഹചര്യങ്ങളിലും ഈ ഒരു പണമൊക്കെ അടച്ചതിന് ശേഷം പിന്നെ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ടായിരിക്കും നമുക്ക് റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ കിട്ടുന്നത്. പക്ഷേ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പരിഗണിക്കപ്പെടും. ഇനി ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയുള്ള ബേസിക് എലിജിബിലിറ്റി എന്തൊക്കെയാണ്? ഇത് 18 വയസ്സ് മുതൽ 99 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ 91 ദിവസം പ്രായമുള്ള കുട്ടികൾ തൊട്ട് 25 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക്, കുട്ടികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ഇതിൻ്റെ ഒരു സം അഷ്വേർഡ് എന്ന് പറയുന്നത് എത്ര തുകയ്ക്ക് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, എത്ര തുകയുടെ ചികിത്സ നിങ്ങൾക്ക് ഇതിൽ ക്ലെയിം വഴി കിട്ടും. 5 ലക്ഷം തൊട്ട് 2 കോടി വരെ സുരക്ഷ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണ് HDFC ERGOയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഒരു കാലയളവ്, നിങ്ങൾക്ക് എത്ര വർഷത്തേക്ക് ഇതിൻ്റെ പ്രീമിയം ഒന്നിച്ചടയ്ക്കാം? 1 വർഷത്തേക്ക് അടയ്ക്കാം, 2 വർഷത്തേക്ക് അടയ്ക്കാം, 3 വർഷത്തേക്ക് ഒന്നിച്ചടയ്ക്കാം. 3 വർഷത്തേക്കൊക്കെ ഒന്നിച്ചടയ്ക്കുന്ന സമയത്ത് ചിലർ ഡിസ്കൗണ്ട്സ് ഒക്കെ കമ്പനികൾ തരാറുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇൻബിൽറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. ഞാൻ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞുതരാം എന്താണ് എന്നുള്ളത്. അപ്പോൾ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ചില അസുഖങ്ങൾക്കൊന്നും ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ല രീതിയിൽ പണം നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. ടെസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ മരുന്നുകളായിട്ടും ഒക്കെ നല്ല രീതിയിൽ പണം പോകും. പലപ്പോഴും ചില ഇൻഷുറൻസ് കമ്പനികൾ പറയും ആ ഒരു ഫീച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പറയും അഡ്മിറ്റ് ആയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇതിനൊരു ഫീച്ചറുണ്ട്, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ കവറാവും. അതേപോലെ തന്നെ ഡേ കെയർ പ്ലസ് മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് കവറാവും. ഡൊമിസിലറി ഹോം കെയറിൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹോം നേഴ്സിൻ്റെ സേവനത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളത് കവറാവും. ആയുർവേദ ചികിത്സയ്ക്കും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബോണസ് ഉണ്ട്. ഇപ്പോൾ 50% പെർ ഇയർ അപ് ടു 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബോണസ് കിട്ടുന്നതാണ്. റീസ്റ്റോർ ബെനിഫിറ്റ് ഉണ്ട്. 100% വൺസ് പെർ ഇയർ ഉണ്ട്. പ്രിവെൻറ്റീവ് ചെക്കപ്പ് ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഒരു ബോഡി ചെക്കപ്പ് ശരിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കൂടെ ഇയർലി വൺസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസുകൾക്കും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്.
നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് 3 വർഷമൊക്കെ കഴിയുമ്പോൾ, പ്രീ എക്സിസ്റ്റിംഗ് പീരീഡ് ഇതിൻ്റേത് 3 വർഷമാണ്, 3 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഈ 3 വർഷം മുന്നേ ഉള്ള ഏതെങ്കിലുമൊക്കെ അസുഖം നിങ്ങൾക്ക് ഉള്ളത് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ക്ലെയിമിൻ്റെ കാര്യത്തിലൊക്കെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റിംഗ് പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ ഉണ്ടോ എന്നുള്ളത് 3 വർഷം നമുക്ക് നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ നേരത്തെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണമെന്ന് പറയുന്നത്. സ്പെസിഫിക് ഇൽനെസ്സുകൾക്ക് 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. ഇനി ഇമ്പോർട്ടൻറ്റ് ആഡ് ഓൺസ് ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആഡ് ഓൺസ്. എന്തൊക്കെ ആഡ് ചെയ്യണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ? ഇതിനകത്ത് അൺലിമിറ്റഡ് റീസ്റ്റോർ ഉണ്ട്. ഈ അൺലിമിറ്റഡ് റീസ്റ്റോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 5 ലക്ഷം രൂപയും തീർന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ അൺലിമിറ്റഡ് റീസ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയുടെ കവറേജ് ആണോ ഇൻഷുറൻസിൽ എടുത്തിരിക്കുന്നത് അത് വീണ്ടും അവർ ആഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് റീസ്റ്റോർ ഓപ്ഷനുണ്ട്. ഇനി ABCD ക്രോണിക് കെയർ, ഡയബറ്റീസ്, BP, ആസ്മ കവേർഡ് ഇൻ 30 ഡേയ്സ്. ഇനി ഒപ്റ്റിമ വെൽബീയിങ് ഉണ്ട്, ഫ്രീ ഡോക്ടർ വിസിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ ഡയഗ്നോസിസും ഉണ്ട്. ലിമിറ്റ്നസ്, ഇൻഫിനിറ്റ് ക്ലെയിംസ്, ഹോസ്പിറ്റൽ ക്യാഷ് ഉണ്ട്. ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾക്ക് ഈ എക്സ്പെൻസുകളല്ലാതെ ഒരു എമൗണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് കിട്ടും. HDFC എർഗോ ഒപ്റ്റിമ സെക്യൂറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാത്ത, നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന, പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കുന്ന, എടുത്ത് കൊടുക്കുവാനായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു പ്ലാനാണ്. ഇനി നിവ ബൂപ്പ റിയഷ്യൂർ 2.0 ടൈറ്റാനിയം പ്ലസ് എന്ന പ്ലാനിനെ കുറിച്ചിട്ടൊന്ന് പറയുകയാണ്. മറ്റ് പ്ലാനിൽ നിന്നിട്ട് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ കാര്യമൊന്ന് ഓർക്കുക. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കമ്പനിയുടെ കാര്യങ്ങളൊക്കെയാണ്, കമ്പനി പെർഫോമൻസ്. അതിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ HDFC എർഗോയെക്കാട്ടിലും കുറവാണ്, 91% ഉള്ളൂ. ഇനി ഇൻക്വേർഡ് ക്ലെയിം റേഷ്യോ ഉണ്ട്. ഈ ടോട്ടൽ കളക്ട് ചെയ്തിട്ടുള്ള പ്രീമിയത്തിൽ അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങിയ പണത്തിൽ എത്ര രൂപ ക്ലെയിമായിട്ട് കൊടുത്തു? 58% കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ HDFC എർഗോയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. ഇനി കംപ്ലയിൻറ്റുകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 ക്ലെയിമുകൾക്ക് 43 കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. HDFC ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ നിവ ബൂപ്പയുടെ കാര്യം ഇത്തിരി താഴെയാണ്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് 10,000-ലധികം ഉണ്ട്. എന്നാലും HDFC ആയിട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ വേറെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ എലിജിബിലിറ്റി ഒക്കെ ഏകദേശം സെയിം ആണ്. 18 മുതൽ 99 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന് എടുക്കാം. അതേപോലെ തന്നെ 5 ലക്ഷം മുതൽ 1 കോടി വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ. ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ബ്രോൺസ്, പ്ലാറ്റിനം, ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ കീ ബിൽറ്റ് ഫീച്ചേഴ്സ്, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ചില ആളുകൾക്ക് ഈ ഒരു പ്ലാനെ ഉപകാരപ്പെടത്തുള്ളൂ. ഇപ്പം HDFC എർഗോയുടെ ആ ഒരു പ്ലാന് ചില ആളുകളുടെ ചില ആരോഗ്യാവസ്ഥകൾക്ക്, ചില സാഹചര്യങ്ങൾക്ക് ഗുണകരമായിരിക്കില്ല. അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ നോക്കണം. നമ്മുടെ വീടിനടുത്തുള്ള ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് സേവനം നൽകുന്ന ഒരു പ്ലാനാണല്ലോ പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി കീ ഇൻബിൽറ്റ് ഫീച്ചേഴ്സിനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ബൂസ്റ്റർ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സം അഷ്യൂർഡിനെ 10x വരെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനാണ് ടൈറ്റാനിയം പ്ലസ്സിൽ നിവ ബൂപ്പ ഓഫർ ചെയ്യുന്നത്. റിയഷ്യൂർ ഫോർ അവർ, അൺലിമിറ്റഡ് കവർ ആഫ്റ്റർ ഫസ്റ്റ് ക്ലെയിം എന്നുള്ളതാണ് ഓഫർ. റൂം റെൻറ്റിൽ നോ ലിമിറ്റ്. നിങ്ങൾക്ക് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഏറ്റവും നല്ല റൂം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡേ കെയർ, ആയുഷ്, അതെല്ലാം നമ്മളുടെ ആ ഒരു സം അഷ്യൂർഡിൽ കവർ ചെയ്യുന്നതാണ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അപ് ടു 180 ഡേയ്സ് വരെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഡേ 1 മുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എയർ ആംബുലൻസ് ഒരു സൗകര്യവുമുണ്ട്. അപ് ടു 2.5 lakh പെർ ഹോസ്പിറ്റലൈസേഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ചില ആളുകൾക്ക്, പ്രായമായിട്ടുള്ള പേരൻസും ഒക്കെ ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ, അത്യാവശ്യമൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫ് അടിച്ച് പൊളിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സൗകര്യമുള്ള ഒരു പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നടക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപകാരപ്പെടും. ഇനി വെയിറ്റിംഗ് പീരീഡൊക്കെ സെയിം ആണ്. 30 days ഇനീഷ്യൽ, 2 year സ്പെസിഫിക് ഇൽനെസ്, 3 year PED എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ട പല പ്ലാനുകളെ കമ്പയർ ചെയ്ത് നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പേരൻസിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പ്ലാൻ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ പ്ലാനുകൾക്കും ഓരോ സവിശേഷതകളുണ്ട്. ഇപ്പോൾ HDFC എർഗോ ഒപ്റ്റിമ സെക്യൂർ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, നിവ ബൂപ്പയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലെയിം സർവീസ് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കൂടുതലാണ്. അതേപോലെ തന്നെ ക്രോണിക് കെയർ കവറേജ് HDFC എർഗോയാണ് കൂടുതലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
പിന്നെ കംപ്ലയിൻറ്റ് വോളിയം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു ബ്രാൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ വളരെ കാലങ്ങൾക്ക് മുന്നേ തൊട്ട് തന്നെ, അതേപോലെ തന്നെ ഇപ്പോൾ HDFC ആൻഡ് എർഗോ എന്നൊക്കെ പറയുന്നത് ഇൻഷുറൻസിലെ ജയൻറ്റ് കമ്പനികളാണ്. ബ്രാൻഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻസ്, അവരുടെ നെറ്റ്വർക്ക് വളരെ വലുതാണ്. 13,000-ൽ അധികം ഹോസ്പിറ്റൽസ് അവർക്കുണ്ട്. അപ്പോൾ പേരൻസിന് ഒരു 55-ലധികമുള്ള ആളുകൾക്കൊക്കെ ഡയബറ്റീസും BP ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇനി നിവ ബൂപ്പ റിയഷ്യൂർ 2.0 ടൈറ്റാനിയം പ്ലസ്, ആ ഒരു പ്ലാനിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് സവിശേഷതകളുണ്ട്. നിങ്ങളിൽ കുറേയധികം ആളുകൾ അത് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. അതിൽ മാക്സിമം ലോങ് ടൈം കവറേജ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് നിവ ബൂപ്പയിലാണ്. അതേപോലെ അൺലിമിറ്റഡ് ക്ലെയിംസ് ആൻഡ് 10x ബൂസ്റ്റർ, അത് നിവ ബൂപ്പ മാത്രം നൽകുന്നതാണ്. സം അഷ്യൂർഡിൽ 10x ബൂസ്റ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഡേ 1 തൊട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ ചില ആളുകൾക്ക് തോന്നിക്കാണും ഇത് ഇത്തിരി കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ്. അങ്ങനെയുള്ള ആളുകൾ ടെൻഷൻ അടിക്കേണ്ട, അതിന് വേറൊരു വഴിയുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഡിറ്റോയുടെ സൈറ്റിൽ പോയിട്ട് ഒരു ഫ്രീ കോൾ അങ്ങോട്ട് ബുക്ക് ചെയ്താൽ മതി. www.joindito.in എന്ന സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ബുക്ക് എ ഫ്രീ കോൾ നൗ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എ ഡേറ്റ് ഫോർ ഹെൽത്ത് കോൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ക്ലിക്ക് ചെയ്തിട്ട് കോള് സ്കെഡ്യൂൾ ചെയ്യുക. അവിടെ നിങ്ങളുടെ നെയിമും അതേപോലെ തന്നെ ഇമെയിൽ ID യും ഫോൺ നമ്പറും കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏതാണ് എന്ന് പറഞ്ഞു തരും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡിറ്റോ വെബ്സൈറ്റിൽ നിന്ന് ഉടൻ തന്നെ ഒരു ഫ്രീ കോൾ ബുക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.